നെക്സ്റ്റ് സെക്ഷൻ 1.2 ക്രിപ്റ്റ് അനാലിസിസ്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ സിസ്റ്റംസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ക്രിപ്റ്റോഗ്രാഫിക് ആൽഗോരിതംസ് അനലൈസ് ചെയ്ത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സീക്രട്ട് കോഡ്സ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോസസ്സിനെയാണ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സെക്ഷനിൽ ക്രിപ്റ്റ് അനാലിസിസിനെ കുറിച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ ആയിട്ടൊരു അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഒപ്പോണന്റ് ആയ ഓസ്കാറിനെ ഏത് ക്രിപ്റ്റോ സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നറിയാം എന്നുള്ള അസംഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിനെ യൂഷ്വലി കെർക്കോഫ്സ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്: എ ക്രിപ്റ്റോ സിസ്റ്റം ഷുഡ് ബി സെക്യൂർ ഈവൻ ഇഫ് എവറിത്തിങ് അബൌട്ട് ദി സിസ്റ്റം എക്സെപ്റ്റ് ദി കീ ഈസ് പബ്ലിക് നോളജ്. അതായത് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിൽ യൂസ് ചെയ്ത കീ എന്താണെന്ന് ഒപ്പോണന്റിന് അറിയില്ലെങ്കിൽ ബാക്കിയുള്ളവയെല്ലാം ആക്സസിബിൾ ആണെങ്കിൽ പോലും ആ ക്രിപ്റ്റോ സിസ്റ്റം സെക്യൂർ ആയിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മുടെ സിലബസിലുള്ള ഒരു തിയറം അല്ല, ജസ്റ്റ് റെഫർ ചെയ്തെന്ന് മാത്രം. സോ അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ ഓസ്കാറിനെ ഏത് ക്രിപ്റ്റോ സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നറിയാം എന്നുള്ളൊരു ജനറൽ അസംഷൻ നമ്മൾ എടുക്കുന്നു. ഓസ്കാറിനെ ഏത് ക്രിപ്റ്റോ സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടാസ്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആകും. ആ കേസ് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്ക് മോഡൽസ് പരിചയപ്പെടാം. തേർഡ് പാർട്ടിക്ക്, അതായത് എതിരാളിക്ക് ക്രിപ്റ്റോ സിസ്റ്റത്തെ പറ്റി അറിയാവുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് അറ്റാക്ക് മോഡലിൽ സ്പെസിഫൈ ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് അറ്റാക്ക് മോഡൽസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക്. ഈ അറ്റാക്ക് മോഡലിൽ ഒപ്പോണന്റിനെ ഏതെങ്കിലും ഒരു സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് വഴി അറിയാം എന്ന് അസ്യൂം ചെയ്യുന്നു. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ആൾക്ക് ഹാക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സ്ട്രിംഗിൽ നിന്നാണ് സീക്രട്ട് കോഡ്സ് ബ്രേക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക്. ഈ കേസിൽ ഒപ്പോണന്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിംഗും കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റും ഹാക്ക് ചെയ്യുന്നു. അത് യൂസ് ചെയ്ത് കീ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, ചോസൻ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക്. ഈ കേസിൽ ഒപ്പോണന്റിന് എൻക്രിപ്ഷൻ മെഷീനറിയിൽ ഒരു ടെമ്പററി ആക്സസ് ലഭിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് എൻക്രിപ്ഷൻ മെഷീനറി യൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയ സൈഫർ ടെക്സ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുവാൻ സാധിക്കും. ദെൻ പ്ലെയിൻ ടെക്സ്റ്റും കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റും അനലൈസ് ചെയ്ത് സീക്രട്ട് കോഡ്സ് ബ്രേക്ക് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ, ചോസൻ സൈഫർ ടെക്സ്റ്റ് അറ്റാക്ക്. ഈ കേസിൽ ഒപ്പോണന്റിന് ഡീക്രിപ്ഷൻ മെഷീനറിയിൽ ഒരു ടെമ്പററി ആക്സസ് കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒപ്പോണന്റിനെ ഒരു സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് വൈ ചൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയ പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിംഗ് ഡീക്രിപ്ഷൻ മെഷീനറി യൂസ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ അവ അനലൈസ് ചെയ്ത് കീ ബ്രേക്ക് ചെയ്യുന്നു. ഈ കേസിൽ ആക്സസ് ലഭിച്ച ടൈമിനുള്ളിൽ കൂടുതൽ സൈഫർ ടെക്സ്റ്റ് ഡീകോഡ് ചെയ്യുവാനും അയാൾക്ക് സാധിക്കും. ഇവിടെ എല്ലാ കേസിലും ഒപ്പോണന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എൻക്രിപ്ഷന് യൂസ് ചെയ്തിരിക്കുന്ന കീ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കീ മനസ്സിലായതിനു ശേഷം ഒരു സ്പെസിഫിക് ടാർഗറ്റ് സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് ഡീക്രിപ്റ്റ് ചെയ്യുവാനും അതുപോലെ പിന്നീട് ആലീസ് ആൻഡ് ബോബ് ഈ കീ യൂസ് ചെയ്യുമ്പോൾ വേറെയും സൈഫർ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഡീക്രിപ്റ്റ് ചെയ്യുവാനും ഒക്കെ ഓസ്കാറിന് ഇത് യൂസ് ചെയ്യാം. സോ കീ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ഈ മെത്തഡുകളുടെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഒപ്പോണന്റിനെ ഒരു പർട്ടിക്കുലർ സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് മാത്രം ഡീകോഡ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചോസൻ സൈഫർ ടെക്സ്റ്റ് അറ്റാക്ക് പെർമിറ്റഡ് ആണെങ്കിൽ അയാൾക്ക് ഒബ്വിയസ്ലി ആ സൈഫർ ടെക്സ്റ്റ് ഡീകോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ട്രിംഗ് ഡീക്രിപ്റ്റ് ചെയ്യുവാൻ മാത്രമല്ല ഓസ്കാർ ക്രിപ്റ്റ് അനാലിസിസ് നടത്തുന്നത് എന്നുള്ളൊരു അസംഷൻ കൂടി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ആലീസും ബോബും യൂസ് ചെയ്യുന്ന കീ കണ്ടുപിടിച്ച് ഫ്യൂച്ചറിൽ അവർ ഈ കീ യൂസ് ചെയ്യുമ്പോൾ അതർ സൈഫർ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓസ്കാറിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യം വീക്കസ്റ്റ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആയ സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക് കൺസിഡർ ചെയ്യുന്നു. ഈ കേസിൽ തേർഡ് പാർട്ടിക്ക് ഒരു സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് മാത്രമാണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. നമ്മളിവിടെ പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിംഗ് ഓർഡിനറി ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ളതാണെന്നും അത് പങ്ക്ച്വേഷനും അതുപോലെ സ്പേസും ഒന്നും കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നും അസ്യൂം ചെയ്യുന്നു. സ്പേസും പങ്ക്ച്വേഷനും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റ് അനാലിസിസ് ഒന്നുകൂടി ഈസി ആയിരിക്കും. കുറെ ക്രിപ്റ്റ് അനാലിസിസ് മെത്തേഡുകളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഒരു ആർബിട്രറി വേർഡിൽ ഉൾപ്പെടുവാനുള്ള 26 ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റി. 26 ലെറ്റേഴ്സിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി
പലരും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നോവൽസുകളും അതുപോലെ മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും എല്ലാം അനലൈസ് ചെയ്യുന്നു. ഇത്തരത്തിൽ സ്റ്റഡി ചെയ്ത് ബെക്കർ ആൻഡ് പൈപ്പർ ഒബ്റ്റെയിൻ ചെയ്ത ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തവർ 26 ലെറ്റേഴ്സിനെ 5 ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ലെറ്റർ ഇ ആണ്. ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്ന വേർഡിൽ അതല്ലെങ്കിൽ സെന്റൻസിൽ ലെറ്റർ ഇയുടെ പ്രോബബിലിറ്റി 0.120 ആണ്. എക്സാക്റ്റ് ഇതുപോലെ തന്നെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ചാൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് ചൂസ് ചെയ്ത് അതിലുള്ള 26 ലെറ്റേഴ്സിന്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഓരോ ലെറ്ററും എത്ര ടൈംസ് ആ പാരഗ്രാഫിലുണ്ട് എന്നുള്ളത്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ പ്രോബബിലിറ്റി 0.06നും 0.09നും ഇടയിലുള്ള ലെറ്റേഴ്സ് ആണ്. ആ ഗ്രൂപ്പിൽ ടി, എ, ഒ, ഐ, എൻ, എസ്, എച്ച്, എൻ, ആർ ഈ ലെറ്റേഴ്സ് ആണുള്ളത്. തേർഡ് ഗ്രൂപ്പിൽ പ്രോബബിലിറ്റി അറൌണ്ട് 0.04 ഉള്ള ലെറ്റേഴ്സ് ആണുള്ളത്. ഡി ആൻഡ് എൽ ആണ് ഈ കാറ്റഗറിയിലുള്ളത്. ഫോർത്ത് ഗ്രൂപ്പ് 0.015നും 0.028നും ഇടയിൽ പ്രോബബിലിറ്റി ഉള്ള ലെറ്റേഴ്സ് ആണ്. ഈ കാറ്റഗറിയിൽ സി, യു, എം, ഡബ്ല്യു, എഫ്, ജി, വൈ, പി ആൻഡ് ബി ഈ ലെറ്റേഴ്സ് ആണുള്ളത്. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ 0.01നേക്കാൾ താഴെ പ്രോബബിലിറ്റി ഉള്ള ലെറ്റേഴ്സ്. ഈ ഗ്രൂപ്പിൽ വി, കെ, ജെ, എക്സ്, ക്യു, എൻ, ഇസഡ് ഈ ലെറ്റേഴ്സ് ആണുള്ളത്. ഇതുപോലെ 5 ഗ്രൂപ്പുകളാക്കുന്നു. ഈ ഒരു പ്രോബബിലിറ്റി ക്രിപ്റ്റ് അനാലിസിസിൽ യൂസ്ഫുൾ ആവാറുണ്ട്. ഇതുപോലെ 2 or 3 കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സിന്റെ പ്രോബബിലിറ്റിയും യൂസ് ചെയ്യാറുണ്ട്. അവയെ റെസ്പെക്റ്റീവ്ലി ഡയഗ്രംസ് ആൻഡ് ട്രയഗ്രംസ് എന്നാണ് വിളിക്കാറുള്ളത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 30 ഡയഗ്രംസ് അവയുടെ പ്രോബബിലിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡയഗ്രം TH, ദെൻ HE, നെക്സ്റ്റ് വൺ IN ആൻഡ് സോ ഓൺ. ഇതുപോലെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 12 ട്രൈഗ്രംസും അവയുടെ പ്രോബബിലിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ട്രൈഗ്രം THE, നെക്സ്റ്റ് വൺ ING, തേർഡ് വൺ AND ആൻഡ് സോ ഓൺ.